ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, വചനം കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഉത്സാഹമാണ്. വചനം നാം സന്തോഷത്തോടെ കൈക്കൊള്ളും. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ളതാണ്. ഹല്ലേലൂയ. വചനം ജീവിപ്പിക്കുന്നതാണ്. വചനം സൗഖ്യമാക്കുന്നതാണ്. വചനം തടസ്സങ്ങളെ നീക്കുന്നതാണ്. വചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം സൃഷ്ടിക്കുന്നതാണ്. ആയതിനാൽ വചനം കേൾക്കുമ്പോൾ നാം സന്തോഷത്തോടെ കൈക്കൊള്ളും. അതെ, കർത്താവ് അതിൽ സന്തോഷിക്കുന്നു. എന്നാൽ ആമേൻ, സ്തോത്രം, ആ വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ആ വചനപ്രകാരം ഒരു ജീവിതം നയിച്ച് ആ വചനത്തിൻ്റെ അനുഗ്രഹവും വിടുതലും പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ആമേൻ ഒരു ഉപമ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. വിതയ്ക്കുന്നവൻ വിതയ്പ്പാൻ പുറപ്പെട്ടു. ചില വിത്തുകൾ വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനടിയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഇന്ന് ഭൂരിഭാഗം വിശ്വാസികളും പാറസ്ഥലത്ത് വീണ വിത്തുകൾ പോലെയാണ്. ഹല്ലേലൂയ. അത് പ്രൈസ് ദി ലോർഡ്. വീഴുമ്പോൾ പെട്ടെന്ന് മുളച്ചു വരും. എന്നാൽ അധികം വേരില്ലായ്ക കൊണ്ട് അത് ഉണങ്ങിപ്പോകും. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം, 5-6 വചനങ്ങൾ. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തു വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. അത് പാറസ്ഥലമെന്ന് പറയുമ്പോൾ അതിന് താഴ്ചയില്ല, മണ്ണിനധികം താഴ്ചയില്ലാത്തത് കൊണ്ട് വിത്ത് വീണ ഉടനെ ക്ഷണത്തിൽ അത് മുളച്ചു വന്നു. അതെ, ഇന്ന് പലരുടെ ഹൃദയം അങ്ങനെയാണ്. വചനം കേൾക്കുമ്പോൾ അതധികമായി ഗ്രഹിക്കുവാൻ കഴിയാതെ പെട്ടെന്ന് ആവശ്യമുള്ള ദൂതുകൾ അങ്ങ് ഏറ്റെടുക്കും. എന്നാൽ അധികം വേരില്ലായ്ക വരുമ്പോൾ, സൂര്യൻ്റെ ചൂട് തട്ടുമ്പോൾ, അതായത് ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ, ചില ശോധനകൾ, ചില കഷ്ടനഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് വേരില്ലാത്തത് കൊണ്ട്, മണ്ണ് കുറച്ചേ ഉള്ളത് കൊണ്ട് അത് ഉണങ്ങിപ്പോകുന്നു. അതിനെക്കുറിച്ചുള്ള ആത്മീയ അർത്ഥം യേശു കർത്താവ് അതേ അധ്യായം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 20-ാം വചനത്തിൽ 20-21 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അതെ, ഈ അന്ത്യകാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. യേശു കർത്താവിൽ നിന്ന് അനേകർ ഇടറിപ്പോകുന്നു. അതേ, യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാക്കാലത്തും അനേകർ യേശുവിൽ നിന്ന് ഇടറിപ്പോയി. എന്താണ് പറഞ്ഞ് ഇടറിപ്പോയത്? അത് കഠിനവാക്കെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇടറിപ്പോയി. ഹല്ലേലൂയ. അതേ, വചനത്തെ അതേ ഗൗരവത്തോടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം വചനത്തിൽ അധ്യായം അതിൻ്റെ 2-3 വചനങ്ങളിലൊക്കെ നാം വായിക്കുന്നു: വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനെ യഹോവ കടാക്ഷിക്കും. നാം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതോടൊപ്പം തന്നെ ആ വചനത്തിലുള്ള ഓരോ വാക്കുകളും ഭയത്തോടെ, വിറയലോടെ, ദൈവഭക്തിയോടെ, വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ നാം അതുപോലെ ഏറ്റെടുത്ത് നാം അത് ഗ്രഹിക്കുമെങ്കിൽ, ഹല്ലേലൂയ, നാം ക്ഷണികരായി പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ക്ഷണത്തിൽ നാം വാടിപ്പോകത്തില്ല. ആ വചന നിമിത്തം ഉപദ്രവവും കഷ്ടവും ഞെരുക്കവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അവിടെ ഇടറിപ്പോകാതെ ഉറച്ച് വേരൂന്നി ക്രിസ്തുവാകുന്ന പാറമേൽ അവൻ വേരൂന്നി ഉറച്ചു നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ നാം വായിക്കുന്ന വചനങ്ങൾ, ധ്യാനിക്കുന്ന വചനങ്ങൾ, കേൾക്കുന്ന വചനങ്ങൾ, പറയുന്ന വചനങ്ങൾ, ഹല്ലേലൂയ,
ആമേൻ നമ്മിൽ ക്രിയ ചെയ്യട്ടെ. അത് പെട്ടെന്ന് സന്തോഷത്തോടെ കൈക്കൊള്ളും. നമുക്കൊരു ആശ്വാസമായിരിക്കും, അനുഗ്രഹമായിരിക്കും, സ്വസ്ഥതയായിരിക്കും, സമാധാനമായിരിക്കും. എന്നാൽ അടുത്ത നിമിഷം ഒരു പ്രതിസന്ധി വരുമ്പോൾ നാം പലപ്പോഴും ആ വചനത്തിൻ്റെ മർമ്മം മനസ്സിലാക്കാതെ എല്ലാം ആ സന്തോഷവും ഒക്കെ വിട്ടുകളഞ്ഞ് നാം അതൊക്കെ മറന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ആ ദൈവവചനത്തിൽ നിന്ന്, ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം ഇടറിപ്പോകുന്നവരാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവകാര്യങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കലും ഇടറിപ്പോകുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് പോലെ തന്നെ പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ വചനം ഗ്രഹിച്ച് ഹല്ലേലൂയ ഈ നാളുകളിൽ 100, 60, 30 മേനി കർത്താവിന് വേണ്ടി ഫലം കായ്പാൻ അനേകർക്കൊരു അനുഗ്രഹമായി ദൈവം ഞങ്ങൾ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ ഞങ്ങൾ ഓരോരുത്തരും വഴിയരികെ വീണ വിത്തുകളെ പോലെയല്ല കർത്താവ്, മുള്ളിനടയിൽ വീണ വിത്തുകളെ പോലെയല്ല, പാറസ്ഥലത്ത് വീണ വിത്തുകളെ പോലെയല്ല കർത്താവേ. സ്തോത്രം. ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും ക്ഷണികനെ പോലെ ക്ഷണത്തിൽ വാടിപ്പോകുന്ന അവസ്ഥയല്ല കർത്താവ്. വചന നിമിത്തം ഞെരുക്കം, ബുദ്ധിമുട്ട്, കഷ്ടം, ആമേൻ എന്തു തന്നെ വന്നാലും കർത്താവ് ഇടറിപ്പോകാം. ഹല്ലേലൂയ. വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ അങ്ങയുടെ ജീവനുള്ള സാക്ഷികളായി ഞങ്ങൾ മാറുവാൻ കർത്താവ് സഹായിക്കണം. വായിക്കുന്ന വചനങ്ങൾ, ധ്യാനിക്കുന്ന വചനങ്ങൾ, കേൾക്കുന്ന വചനങ്ങൾ, പറയുന്ന വചനങ്ങൾ ഈ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് ആമേൻ അങ്ങേക്ക് വേണ്ടി ഫലം കായ്പാൻ അനേകർക്ക് ഒരു അനുഗ്രഹമായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.